എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു ലഞ്ച് കോംബോ ഇട്ടിട്ടുണ്ടായി കേട്ടോ. അത് പുളിശ്ശേരി, മത്തി ഫ്രൈ, മത്തി മുളക് ഇട്ടത് അങ്ങനെയൊക്കെ ആയിരുന്നേ. ഇന്ന് വേറൊരു ലഞ്ച് കോംബോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നലെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണണം. പിന്നെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പുതിയ ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കൊഞ്ച് കറിയുണ്ട്, കൊഞ്ച് ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മുടെ പയറ് തോരൻ, പിന്നെ നമുക്ക് ഒരു പാവക കൊണ്ട് ഒരു പച്ചടിയുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടോ നിങ്ങൾ, ഞാൻ കൊഞ്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, തലയും ഒക്കെ എടുത്ത് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു പയറ് തോരൻ, കുറച്ച് കൊണ്ടാട്ടം, അച്ചാറുണ്ട്, പച്ചടിയുണ്ട്, ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിയായിരിക്കാം, എന്നാലും എൻ്റെ വീഡിയോയിലൂടെ ഞാനിത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളക്, മഞ്ഞൾ, ഉപ്പ് ഒക്കെ നോക്കി നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള കൊഞ്ച് ചട്ടിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിൽ തക്കാളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം മാങ്ങ, ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ അധികം മാങ്ങ എടുക്കത്തില്ല, കാരണം വെച്ചാൽ എനിക്ക് അധികം മാങ്ങയുടെ പുളി ഇത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയും കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുക. അപ്പം നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് കൊടുക്കാം. വാളംപുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ തലശ്ശേരിക്കാരൊക്കെ സാധാരണ വാളംപുളിയാണ് യൂസ് ചെയ്യുക. അപ്പം ഇതിൽ മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുളി ഒഴിച്ചിട്ട് ഒരു സിമ്മിൽ കുറച്ച് നേരം വേവിച്ചിട്ട് നമുക്ക് അരപ്പ് ഒഴിക്കാം കേട്ടോ. അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും, മഞ്ഞൾ, മുളക് ഇതിട്ടിട്ടുള്ള ഒരു അരപ്പാണ്. തേങ്ങ അരച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വെന്ത് വരുമ്പം അരപ്പ് അതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അതാണ് കറി. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അത് ഞാൻ സിമ്മിലൊന്ന് വെച്ച്, കാരണം കുറച്ച് കൊഞ്ച് വലുതായതുകൊണ്ട് എനിക്കൊരു അതുകൊണ്ടാണ്. അപ്പം നമുക്ക് പാവക്കയുടെ ഒരു പച്ചടി ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് പാവക്ക നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് മുളകും പിടിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് പച്ചടിയുടെ അരപ്പ് റെഡിയാക്കിയാലോ. പച്ചടിക്ക് ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ, ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ട് തേങ്ങ മാത്രം അരക്കണം. എന്നിട്ട് പിന്നെ അതിൽ നമുക്ക് ഒരു പച്ചക്കടുകില്ലേ, അത് വറക്കാതെ അരച്ചെടുക്കണം, പൊട്ടിച്ചെടുക്കണം കേട്ടോ. അത് മിക്സിയിലൊന്നും പറ്റൂല, അമ്മിയിലോ ഏതെങ്കിലും പൊടിച്ച് എടുക്കണം. അപ്പം നമ്മളെ കറി ഇങ്ങനെ അത് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അരവ് ഒഴിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് തന്നെ അരവ് റെഡിയാക്കണം കേട്ടോ. നമുക്ക് വെള്ളം വേണ്ടുന്നവർക്ക് വെള്ളം, അല്ലെങ്കിൽ വെള്ളം കുറവ് വേണ്ടുന്നവർ അതുപോലെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് പയറ് തോരൻ ഉണ്ടാക്കണ്ടേ. ഈ പയറ് തോരൻ്റെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എന്താണെന്നറിയില്ല, ഇതിലേക്ക് ഏഡായിട്ടില്ല, അതുകൊണ്ട് സോറി. ഇതൊന്നുമില്ല, മഞ്ഞൾ, മുളക്, കുറച്ച് ഉപ്പ്, തേങ്ങ ഇതിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അര ഗ്ലാസ്സില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണേ ചെയ്യുക. കാരണം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ ഒരു പാന് വെച്ചിട്ട് അതിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുക് പൊട്ടിച്ച് അങ്ങനെ അതിലേക്ക് മിക്സ് ചെയ്യുകയാണേ ചെയ്യുക. അപ്പോൾ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ ഫ്രൈ ആയിട്ടുണ്ട്, നമ്മളെ പാവക്ക ഫ്രൈ. അപ്പോൾ അത് ഇതിലേക്ക് പാവക്ക അതിലേക്ക് കൊട്ടിയിടുക കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ വറവിലിടേണ്ട ആവശ്യമുള്ളൂ. വേറെ പച്ചടിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇതാണ് പച്ചടി, നല്ല ടേസ്റ്റുള്ള പച്ചടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് കുറച്ച് കൊഞ്ച് ഇവിടെ ഫ്രൈ ചെയ്യാനുണ്ട്. അത് മഞ്ഞൾ, മുളക്, നമ്മുടെ കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്യണം. എല്ലാം വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നല്ലത്. അപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് വെച്ചാൽ കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് ഫ്രൈങ് പാനൊന്നുമല്ലേ, ഇതൊരു എണ്ണ തവയാണ്, അതിൽ ഇട്ടിട്ട് പിന്നെ ഇതൊക്കെ പെട്ടെന്നാവും. പിന്നെ ഇതൊക്കെ അതാണ് പറയുന്നത്, ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ പരിപാടിയും ചെയ്യാം. പിന്നെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും പണി 1 മണി വരെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾ, വളരെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ തൈര് മുളകും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പം വീഡിയോ ഇത്ര വരെയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.